ടാറ്റ ആൾട്രോസിൻ്റെ DCA ഓടിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഗിയർ ബോക്സിൻ്റെ ഒരു കാര്യം പറയാം. സാധാരണ ഓട്ടോമാറ്റിക്കുകളിൽ, അതായത് AMTകളിലല്ല, ഓട്ടോമാറ്റിക്കുകളിൽ വണ്ടി ഐഡ്ലിംഗ് ആണെങ്കിൽ പാർക്കിലാണോ ഗിയർ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഷിഫ്റ്റ് ബൈ വയർ ആയതുകൊണ്ട് ഇപ്പോൾ ഏതൊരു മോഡിലാണെങ്കിലും ഡോർ തുറന്നാൽ പാർക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ DCA കുറിച്ചാണ്. DCA എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിനെ ഒരു പുതിയ വേർഡായിട്ട് കാണണ്ട. DCA അതായത് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. അതായത് DSG DCT എന്ന് പറയുന്ന പോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടേമാണത്. അപ്പോൾ ടാറ്റ ആൾട്രോസിൻ്റെ ഓരോ വേർഷനും ഓരോ വർഷം ഇറങ്ങുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഐറ്റർബോ വന്നു, ഇതിപ്പോൾ ഈ വർഷമായപ്പോൾ DCA വന്നു. വണ്ടി പറഞ്ഞിട്ട് പുതിയ വീട്ടിലേക്കല്ല സാധനം നമുക്ക് വണ്ടി, അതായത് ഈ DCA വിശദമായതിനെ പരിചയപ്പെടാം. വിശദമായതിനെ പരിചയപ്പെടാൻ പറയുമ്പോൾ ആൾട്രോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. കാരണം ആൾട്രോസ് നമുക്കൊരു അപരിചിതമായ വണ്ടിയല്ല. എന്തായാലും ഈ DCAയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. സ്വാഗതം. ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നല്ല ഒരു ഗിയർ ബോക്സാണ്. നല്ല ഗിയർ ബോക്സ് ആണ്. ഈ ഒരു 6 സ്പീഡ് DCT സീംലെസ് ഷിഫ്റ്റാണ്. അത്യാവശ്യം നല്ല ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. പിന്നെ കാലൊന്ന് കൊടുക്കുമ്പോൾ 1-2 ഗിയറൊക്കെ അങ്ങ് ഷിഫ്റ്റായി കയറി പോകുന്നതൊക്കെ തന്നെ നല്ല നീറ്റായിട്ടാണ്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകെയുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ എഞ്ചിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. അതായത് നൈസ് ഗിയർ ബോക്സ് ബട്ട് റോങ് എഞ്ചിൻ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ടർബോയോ അല്ലെങ്കിൽ ഡീസലോ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ, അല്ലെങ്കിൽ അതൊരു അടിപൊളി കോമ്പിനേഷൻ ആയേനെ. ഇപ്പോൾ ഡീസലോടെ നിൽക്കട്ടെ, ഡീസൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റേഞ്ചിൽ ഇല്ലെന്ന് തന്നെ കരുതാം. പക്ഷേ ടർബോ ആയിരുന്നെങ്കിൽ ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആയി പോയേനെ. ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഗിയർ ബോക്സിന് CVT ഒരു സ്വഭാവം കൂടിയുണ്ട്. അതായത് നമ്മളൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോഴല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ആദ്യം വന്നിട്ട് പിന്നെയാണ് വലിച്ചു കയറി പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ബിഹേവിയറായിട്ട് പറയാം. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടിയുടെ ആ ഒരു കൂളിംഗ് ഫംഗ്ഷനും അല്ലെങ്കിൽ എന്താ പറയുക വെറ്റ് ക്ലച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ്റൻറ്റുകളും കൂടാതെ ഈ ഒരു ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസിൻ്റെ ഗിയർ ബോക്സിനെ കാണുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ആ ഒരു പവർ കുറവ് എന്ന് പറയുന്നത് സാധാരണ ഓട്ടത്തിൽ അല്ലെങ്കിൽ സിറ്റി യൂസിലൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നില്ല. അതായത് സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല യൂസബിലിറ്റി ഉള്ളൊരു ഗിയർ ബോക്സ് തന്നെയാണ്. എന്തുകൊണ്ടും എന്ത് കാര്യം കൊണ്ടും AMTയേക്കാൾ എത്രയോ ബെറ്റർ എന്ന് പറയാം. അപ്പോൾ പറയേണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ടോപ്പ് എൻഡ് മോഡലിന് ഏകദേശം 9,80,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് ഉണ്ട്. അപ്പോൾ 10,00,000 രൂപയോളം വില വരുന്നൊരു വണ്ടിയാണ് ടാറ്റ ആൾട്രോസ്. അവിടെയും എഞ്ചിൻ്റെ ഒരു സെലക്ഷൻ റോങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒന്ന് കാല് കൊടുക്കട്ടെ. കാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മാനുവൽ മോഡാക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് 3ാമത്തെ ഗിയറിലാണെന്ന് ഷിഫ്റ്റ് ചെയ്യാം. കാലെടുത്ത് വരുമ്പോൾ ആ ഒരു എഞ്ചിൻ നോട്ടാണല്ലേ, കൂടിയ RPM ആ ഒരു എഞ്ചിൻ നോട്ട് അകത്ത് വരുന്നുണ്ട്. 6000 RPM ഹോൾഡ് ചെയ്ത് പിടിച്ചാണ് ഷിഫ്റ്റ് ആവുന്നത്. കൂടാതെ ഷിഫ്റ്റ് സീംലെസ് ആണ്. നമുക്ക് നന്നായി തന്നെ ഇരുന്ന് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി എന്നൊക്കെ സിറ്റി യൂസിൻ്റെ കാര്യത്തിൽ പറയാം. അതായത് ഒരു DSG അല്ലെങ്കിൽ DCT എന്ന് പറയുന്ന വണ്ടികളൊക്കെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ചോയ്സ് ആണെങ്കിൽ ആൾട്രോസിൻ്റെ കാര്യത്തിൽ സ്മൂത്തായ ഒരു ഗിയർ ബോക്സ് അല്ലെങ്കിൽ സ്മൂത്തായ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ആൾട്രോസ് തരുന്നത്. അപ്പോൾ ഈ ഒരു ചാട്ടത്തിൻ്റെ കൂടെ ഈ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയണം. മികച്ച ഒരു സസ്പെൻഷനാണ് ടാറ്റ ആൾട്രോസിൻ്റെ. 16 ഇഞ്ച് വീലുകൾ, നല്ല പ്ലസ് റൈഡും ഉണ്ട്. അപ്പോൾ റൈഡ് ക്വാളിറ്റിയൊക്കെ ഓൾറെഡി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഡീസലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പെട്രോൾ ഐറ്റർബോ നമ്മൾ ചെയ്തിട്ടുണ്ട്, സാധാരണ പെട്രോളിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റൈഡ് ക്വാളിറ്റിയൊന്നും ഒരു വ്യത്യാസമില്ല. ആ ഒരു റൈഡ് ക്വാളിറ്റി തന്നെ അങ്ങനെ തന്നെ തുടരുന്നു. പിന്നെ സ്റ്റിയറിംഗ് കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അതായത് പഞ്ചിൽ ഞാൻ പറഞ്ഞു ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റിയറിംഗിൽ ഒരു ഷിഫ്റ്റ് നടന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റിയറിംഗ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു ആൾട്രോസിൻ്റെ കാര്യത്തിലും അന്വർത്ഥമാണ്. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടി, അതായത് ഈ ഒരു ആൾട്രോസിൻ്റെ സേഫ്റ്റി ഫീച്ചറായിട്ടുള്ള എയർ ബാഗ് ലേബേഴ്സ് അല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പാർക്കിലാണ് വണ്ടി എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. വണ്ടി ചെറുതായിട്ട് ഉരുണ്ടു പോകുന്ന പ്രശ്നമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യമുണ്ട്, സേഫ്റ്റി അല്ലാതെ, അതായത് ഡ്രൈവ് മോഡിലിട്ട് വണ്ടി പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അബദ്ധം സംഭവിച്ചാലുള്ള കാര്യമാണ്, നോർമലി സംഭവിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് മാനുവൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ വരുമ്പോൾ പലപ്പോഴും ഓഫ് ചെയ്യുന്ന സമയത്ത് പാർക്കിലേക്ക് മാറ്റാൻ മറക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാതെ തന്നെ ആ ഒരു ചില വണ്ടികൾ പാർക്കിലാവാതെ ഓഫ് ആവുക പോലുമില്ല. അപ്പോൾ വണ്ടി അങ്ങ് ഉരുണ്ടു പോകാൻ ഓടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ആ ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അതായത് ഡോർ തുറന്നാൽ ഓട്ടോമാറ്റിക്കലി പാർക്കിലേക്ക് മാറുന്ന ഒരു സംഗതി ഉണ്ട്. പാർക്ക് ഷിഫ്റ്റിലേക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആവുന്നൊന്നുമില്ല. പാർക്ക് എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് മാറി വണ്ടിയോടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫീച്ചറായിട്ട് പറയാം. ഞാൻ ചുമ്മാ റിലാക്സ് ചെയ്ത് ഓടിക്കുകയാണ്. റിലാക്സ് ചെയ്ത് ഓടിക്കുമ്പോൾ ഈ ഗിയർ ഇൻഡിക്കേറ്റർ, അതായത് ഏത് ഗിയറിലാണെന്ന് കാണിക്കുന്നില്ല. ഈ ഒരു DCA എന്ന് പറയുന്നത് ഇത് 6 സ്പീഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2000-2200 RPM നമ്മൾ ഓടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ തന്നെ വണ്ടി ഏകദേശം 5ാമത്തെ ഗിയറിലാണ്. ഞാൻ ഡ്രൈവിലേക്ക് മാറ്റി നോക്കിയതാണ്. 5ാമത്തെ ഗിയറിൽ അത്യാവശ്യം റിലാക്സ് ആയി തന്നെ പോകുന്നത്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ടോർക്ക് കൺവേർട്ടറിനേക്കാളും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി AMTക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ AMTയോട് കിടപിടിക്കുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി DCTക്കും എന്തായാലും ഉണ്ട്. അതായത് ലൈറ്റ് ഫൂട്ടാണ് ഓടിക്കുന്നതെങ്കിൽ നല്ല മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഗിയർ ബോക്സ് ആണിത്. കൂടാതെ ടർബോ അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു മാനുവൽ വേഷന് കിട്ടുന്ന ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് മാത്രമേ ഉള്ളെങ്കിൽ കൂടി ഇന്ധനക്ഷമതയിൽ ഒരു ഗുണമായിട്ട് കാണാം. ഇനി പറയുന്ന ഒരു കാര്യം, ആൾട്രോസ് ടാറ്റയുടെ ഒരു പ്രീമിയം
കാറായിട്ട് തന്നെ കാണേണ്ട വണ്ടിയാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ മികച്ച, അതായത് കാണാൻ ഭംഗിയുള്ള, ഇരിക്കാൻ രസമുള്ള ഒരു വണ്ടിയെന്ന് ഈ ഒരു ആൾട്രോസിനെ പറയാം. അപ്പോൾ ഈ ഒരു ആൾട്രോസിൻ്റെ സീറ്റൊക്കെ തന്നെ നല്ലതാണ്. നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും നല്ലതാണ്, പോസ്റ്റ് നല്ലതാണ്. ഈ ലെതർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. കൂടാതെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്. ഇപ്പോൾ ഇന്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ആ ഒരു മെറ്റൽ ഇൻസെർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഇത്തിരി ഫങ്കി ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഞാൻ കണ്ടൊരു കാര്യം, ഡീസൽ മുതൽ ഇങ്ങോട്ടേ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ AC വെൻറ്റുകൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ക്ലാസ്സിൽ. അതിപ്പൊന്നും ചെയ്യാനില്ല. പിന്നെ ആ ഒരു എഞ്ചിൻ്റെ നോട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആ ഒരു എഞ്ചിൻ്റെ നോട്ട് ഇത്തിരി സ്പോർട്ടിയായിട്ട് തോന്നിയത്. ഈ 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നോയ്സിയാണ് ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ. ഈ ലെതർ റാപ്പിങ്ങുള്ള സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാൻ സുഖമുണ്ട്. കൂടാതെ ക്രൂയിസ് കൺട്രോൾ അടക്കം എല്ലാം തന്നെ കാണാം. പിന്നെ ഈ ഒരു മീഡിയ സ്ക്രീനിൻ്റെ കാര്യം നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ്. ഹാർമൻ്റെ ആ ഒരു സിസ്റ്റമാണ് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ളൊരു സ്ക്രീൻ എന്നേ പറയുള്ളൂ. പിന്നെ താഴെയായിട്ട് ഈ ആൾട്രോസിൻ്റെ ലോഗോ ആണ് പുതുതായിട്ട് വന്ന കാര്യം. അതായത് ഈ ഒരു ഫേഷ്യൽ ഇപ്പോൾ ഈ ഒരു ലോഗോ ഉണ്ട്. ഓട്ടോമാറ്റിക് AC ആണ്, എക്സ്പ്രസ് കൂളിംഗ് അടക്കം എല്ലാം ഉള്ള ഒരു AC ആണ്. പിന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്ററും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ തന്നെ അത്യാവശ്യം നല്ല കാര്യമായിട്ട് പറയാം. വയർലെസ് ചാർജിങ്ങോ സൺറൂഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കൂടാതെ 360 ക്യാമറകളുടെ റൂം ഇപ്പോഴും ടാറ്റ മോട്ടോഴ്സ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 8,09,600 തുടങ്ങിയിട്ട് 9,89,000 വരെ വിവിധ വകഭേദങ്ങളിൽ ഈ ഒരു DC ഉണ്ട്. അതായത് ഡാർക്ക് എഡിഷൻ അടക്കം DCക്ക് പല മോഡൽ വന്നിട്ട്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒന്ന് കാലെടുക്കുകയാണ്. കാലെടുക്കാൻ ഒന്ന് എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. അതായത് ഒന്നങ്ങ് ലോഞ്ച് ചെയ്തെടുത്ത് പോകാം. ലോഞ്ച് ചെയ്തെടുത്ത് പോകാന്ന് പറയുമ്പോൾ വീൽ സ്പിന്നൊന്നും ചെയ്യില്ല, കാരണം അതിനുള്ള പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് കാലെടുക്കട്ടെ. ടേക്കിംഗ് ദ സ്വീറ്റ് ടൈം, അതായത് ആ ഒരു സമയം എടുത്തിട്ടാണ് കയറുന്നത്. കയറിപ്പോയി കഴിഞ്ഞാൽ അതായത് DCTയും DSTക്കും ആ ഒരു ഇനീഷ്യലായിട്ട് എടുക്കുമ്പോഴുള്ള ഒരു ചെറിയ ലാഗ് എന്തായാലും ഈ ഒരു വണ്ടിക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ റബ്ബർ ബാൻഡ് എഫക്റ്റ് പോലെ ഒരു ഇത്തിരി സൗണ്ട് വന്നതിന് ശേഷമാണ് ആ മൂവിങ് അങ്ങോട്ട് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 83 PS പവർ, 113 Nm ടോർക്കുള്ള ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഏറ്റവും മികച്ച ഒരു കാര്യമായിട്ട് ഈ ഒരു ഗിയർ ബോക്സ് എഞ്ചിൻ കോമ്പിനേഷനിൽ കാണാം. അതായത് ഓടിക്കാൻ രസമുണ്ട്, സുഖമാണ്. അതായത് വലിയ എഫേർട്ടൊന്നുമില്ല, നമുക്ക് ചുമ്മാ കാലോടത്ത് ഓടിച്ചു പോകാന്നുള്ളതും ആ ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ഒരിക്കലും ഒരു എന്തൂസിയാസ്റ്റിക് ടേസ്റ്റ് ആയിട്ടുള്ള കണ്ട AMTയേക്കാളും CVTയേക്കാളും ബെറ്ററാണ് കാണാം ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികളുടെ. കൂടാതെ സ്മൂത്താണ്, അത്യാവശ്യം നല്ല ഒരു ഫീൽ ഉണ്ട് ഓടിക്കാനായിട്ട്. ഫീൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലിനെ പെർഫോമൻസ് ആയിട്ട് കൂട്ടി കൊടുക്കരുത്, ഈസിനെസ് ആയിട്ട് കണ്ടാൽ മതി. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയോളം 10 ലക്ഷം രൂപ പുറത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു വണ്ടിക്ക് DCT കൊടുക്കുമ്പോൾ ആ ഒരു DCTക്ക് ഒരു ഇത്തിരി ഫൺ ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ മോഡുകളില്ല. ആ ഒരു എഞ്ചിൻ മോഡിൻ്റെ ബട്ടൺ സ്ഥാനത്ത് ഇപ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടണാണ്. പക്ഷേ ഞാൻ ഒന്ന് കാല് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പെർഫോമൻസ് നോക്കട്ടെ. അതായത് ഒന്ന് റെഡ് ലൈൻ ചെയ്യാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു പെട്രോൾ എഞ്ചിൻ്റെ സ്വഭാവമായിട്ടുള്ള ആ ഒരു ലോ എൻഡും മിഡ് റേഞ്ചും അത്യാവശ്യം മികച്ചതായി തോന്നി. പിന്നെ ആ ഒരു സൗണ്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഇത്തിരി ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് തോന്നും. എനിക്കിത്തിരി സ്പോർട്ടിയായിട്ട് തോന്നി. പിന്നെ പറയുന്ന ഒരു കാര്യം, ഫോഴ്സ് ഷിഫ്റ്റ് ഒന്നുമില്ല. അതായത് ഗിയർ ബോക്സ് കൺഫ്യൂസ് ആവുന്നില്ല. ഷിഫ്റ്റ് എല്ലാം തന്നെ സീംലെസ് ആണ്, പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയില്ല. ലീഗൽ സ്പീഡിലേക്ക് വേഗം എത്തുന്നുള്ളതൊരു ഗുണമായിട്ട് പറയാം. ആ ഒരു ഗുണത്തെ തന്നെ കണ്ടാലും ഈ ഒരു സിറ്റി യൂസിനും അല്ലെങ്കിൽ ഒക്കേഷണൽ ഹൈവേ യൂസിനും പറ്റിയൊരു വണ്ടിയായിട്ട് ആൾട്രോസിനെ കാണാം. ആൾട്രോസിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് സുപരിചിതമായൊരു വണ്ടിയാണിത്. ഇപ്പോൾ ക്രോമിൻ്റെ ഒരു അതിപ്രസരമുള്ള, പിയാനോ ബ്ലാക്കിൻ്റെ അതിപ്രസരമുള്ള ഒരു മുൻഭാഗമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മുൻഭാഗം എന്ന് പറയാം. അതായത് പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഈ ഒരു ബമ്പറിൽ നിൽക്കുന്ന ഫോഗ് ലാമ്പും കൂടാതെ ഈ ഒരു ലിപ്പുള്ള ഭാഗമൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ് ടാറ്റ ആൾട്രോസ്. ഈ വലിയ ഗ്ലാസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബോണറ്റിന് മുകളിൽ കൊടുത്ത ഈ ബോഡി ലൈനാണെങ്കിലും ഈ ഒരു കൗൾ ഡിസൈൻ ആണെങ്കിലും എല്ലാം മനോഹരമാണ്. അപ്പോൾ ഈ വൈപ്പർ ബ്ലേഡിന് വരെ ആ ഒരു എലഗൻസ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ആൾട്രോസിൻ്റെ കാര്യം പറയുമ്പോൾ. പിന്നെ വശങ്ങളിലെ മിററിൽ ആ ഒരു 360 ക്യാമറയുടെ പ്രൊവിഷൻ ഉണ്ട്. ഈ ഒരു DCയിലും 360 ക്യാമറ വന്നിട്ടില്ല. അതൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ആ പ്രൊവിഷൻ അവർ ഇനിഷ്യലി കൊടുത്തിട്ടും ഇത്രയുമായിട്ടും കൊടുത്തിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അടുത്തൊരു വേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഇനിയൊരു ടാറ്റയുടെ ലോഗവും അല്ലെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് ബേസിങ്ങും അല്ലെങ്കിൽ ഈ ഒരു താഴെ കൊടുത്ത ഏടാമും ഇങ്ങനെയുള്ള കുറേ അധികം ഭാഗങ്ങളൊക്കെ നല്ല കൗതുകം ഉളവാക്കുന്നുണ്ട്. ഇനി സവിശേഷതകളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിസമ്പന്നമായൊരു മുൻവശമാണ്. സമ്പന്നം എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ ഒരു കാര്യമാണ്. അതായത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മുൻവശമാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായൊരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു രൂപം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക സൈഡ് പ്രൊഫൈലാണ്. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ അടുത്ത് കൊടുത്ത ഒരു ക്രോം വശങ്ങളിൽ ഒരു ഇത്തിരി ഒരു എടുത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ വലിയ വീലാണ്, 15 വീലാണ്. ഈ വീലിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 185 60 R16 അപ്പോൾ ക്രോമിൻ്റെ ഒരു ചെറിയ ഇൻസെർട്ട് ഈ ഗ്ലാസ്സിന് താഴെയും കാണാം. അപ്പോൾ ഈ ഗ്ലാസ്സിന് താഴെ കൊടുത്താൽ ഈ ഒരു പീസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വശങ്ങളിൽ കാണുന്ന ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെയും ഈ ഒരു വലിയ ഡോർ ഹാൻഡിലാണ്. അപ്പോൾ പിന്നിലെ ഡോർ ഹാൻഡിൽ എവിടെ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, കാരണം ഈ ഒരു വണ്ടി സുപരിചിതമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ഒരു പിന്നിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലായിട്ടാണ് കണ്ടോ. അപ്പോൾ പറയേണ്ട ഒരു കാര്യം, 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാവുന്ന ഡോർ കൂടി ആൾട്രോസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രത്യേകതകളിൽ പെടുന്നൊരു കാര്യം എടുത്ത് പറയുന്നുള്ളൂ. റിക്വസ്റ്റ് സെൻസർ ഈ ഒരു
ഹാൻഡിലകത്ത് കൊടുത്തിട്ടുണ്ട്, കൂടെ കീ ഹോൾ കൂടി കാണാം. അപ്പോൾ അത്യാവശ്യം കട്ടിങ് ഗ്രീസിങ് എല്ലാം ഉള്ള ഒരു സൈഡാണിത്. മുകളിൽ കൊടുത്ത ഹാൻഡിന ഷാർക്ക് ഫിൻ അല്ല, സാധാരണ ഹാൻഡാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് മനോഹരമായ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറെന്ന് അൾട്രോസിൻ്റെ കാര്യത്തിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കൂടി വന്നപ്പോൾ ഒന്നുകൂടി അഴക് വെച്ചു എന്നുള്ളതാണ്. ഈ ഒരു നീല കളറിന് ഇപ്പോൾ നല്ല പ്രോമിനൻസ് ഉണ്ട്. അതായത് ഒരുപാട് വണ്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു കളർ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ടാറ്റ അൾട്രോസിൻ്റെ കാര്യത്തിലുണ്ട്. ഇനി ചെറിയൊരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഫെൻഡറിലായിട്ടാണ് കാണാം. കൂടാതെ ഹൈഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഡോർ ഹാൻഡിലാണ്, ഡോർ ഹാൻഡിൽ മുകളിലാണ്. അതായത് ഒരു 3 ഡോർ വണ്ടിയായിട്ട് തോന്നിക്കുമായിരുന്നു ഈ ഒരു ഡിസൈൻ പണ്ടൊക്കെ. ഇപ്പോൾ എല്ലാ വണ്ടിക്കും വന്നിട്ട് നോർമലായിട്ടുണ്ട്. എന്നാലും ആൾട്രോസിൽ അതൊരു ചന്തമുള്ള കാര്യമാണ്. പിൻവശവും അത്യാവശ്യം മനോഹരമാണ്. അതായത് ടൈൽ ലാമ്പുകളും അല്ലെങ്കിൽ ആ ഒരു DC എന്ന ലോഗോ മാത്രമേ എടുത്തു പറഞ്ഞിട്ട് വ്യത്യാസമായിട്ടുള്ളൂ. കൂടാതെ ആൾട്രോസിൻ്റെ ലോഗോ ഉണ്ട്. മറ്റുള്ള ആൾട്രോസിൽ നിന്ന് DCയെ വ്യത്യസ്തമായിട്ട് അറിയാൻ പറ്റുക ഈ ഒരു DCA ബാഡ്ജിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ബാഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു റെഡ് ഇൻസൈഡ് ഉണ്ട്. കൂടാതെ ആൾട്രോസിനുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ വേരിയൻറ്റ് ബാഡ്ജിങ് ഒന്നും ഇപ്പോൾ കാറുകളിലില്ല, അത് ആൾട്രോസും ഇല്ല. ഈ ഒരു ബ്ലാക്കിൻ്റെ ഒരു അതിപ്രസരം ഈ ഒരു പിന്നിലുള്ളതുകൊണ്ട് തന്നെ കാണാൻ നല്ല മനോഹരമായ ടൈൽ ലാമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനാണ് കാണാം, പിൻ ഡിസൈനാണ് കാണാം. ഇനി താഴെയായിട്ട് പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്പോയിലറിന് ചുറ്റും കൊടുത്തിട്ടുള്ള ആ ഒരു ചെറിയ പീസുകൾ മനോഹരമാണ്. അപ്പോൾ ലോക്കൽ ഫോർ വോക്കൽ എന്ന സ്റ്റിക്കർ കൂടി ഈ ഒരു ആൾട്രോസിൻ്റെ മുകളിലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പിൻവശം കൂടിയാണ് ടാറ്റ ആൾട്രോസിൻ്റെ. താഴെയായിട്ട് റിഫ്ലക്ടറും ആ ഒരു ലൈറ്റും കാണാം. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിക്ക് കുറവുണ്ടായിരുന്നൊരു ഓട്ടോമാറ്റിക് ആയിരുന്നു. ആ ഒരു ഓട്ടോമാറ്റിക് കൊടുത്തപ്പോൾ കൊടുത്തത് ഈ ഒരു 1.2 NA എഞ്ചിനോടാണ് എന്നുള്ളത് ഒരു ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആണെങ്കിലും ഓട്ടോമാറ്റിക് കിട്ടി എന്നുള്ളതൊരു ഗുണമാണ്. ആ ഒരു ഗുണമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അതായത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് ഇപ്പോൾ ടിയാഗോ AMT അല്ലാതെ ആൾട്രോസിൻ്റെ ഒരു DCA കിട്ടുമെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ സിറ്റി യൂസിന് പറ്റിയ ഒരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ ആ ഒരു ടെക്നോളജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്താ പറയുക, ആ ഒരു വെറ്റ് ക്ലച്ചാണ്, കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചെയ്യേണ്ട അത്യാവശ്യം നല്ല രസമുള്ളൊരു വണ്ടി, അതുപോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാർ എന്നൊക്കെ ഈ ഒരു ആൾട്രോസിനെ പറയാം. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു ഐ-ടർബോ കൊടുന്നു, ഈ വർഷം DCA കൊടുന്നു. ഇനി അടുത്ത വർഷം എനിക്ക് തോന്നുന്നു 360 ക്യാമറയ്ക്കോ അല്ലെങ്കിൽ ടർബോയിൽ DCA അല്ലെങ്കിൽ ഡീസലിൽ DCA അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസുകളെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഐ-ടർബോയുടെയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മൈന്യൂട്ട് പോയിൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ മിററിൻ്റെ ഡിമ്മിങ് അടക്കം എല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ കവറാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ DC എന്ന് പറയുന്നത് ബേസ് മോഡൽ DC, അതായത് 8,06,000 രൂപ കിട്ടുന്ന ആ ഒരു DCയാണ് വാല്യൂ ഫോർ മണി. അപ്പോൾ DCയുടെ ഒരു യൂസും കിട്ടും, അത്യാവശ്യം ആൾട്രോസിന് ലുക്കും ഉണ്ട്, പിന്നെ ഒരുപാട് പൈസ, അതായത് 10 ലക്ഷത്തിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മികച്ച ഓപ്ഷനുകളുണ്ട്, മികച്ച കളർ ഓപ്ഷനുകളുണ്ട്, ഓടിക്കാൻ രസമുണ്ട്, ഇരിക്കാൻ സുഖമുണ്ട്. ഒരു നല്ല ഹാച്ച് ബാക്കാണ് ആൾട്രോസ് DCA. ആൾട്രോസ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ DC വന്നപ്പോൾ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള കുറവ് മാറി കിട്ടി. സ്റ്റിൽ ടർബോയുടെ കൂടെ അല്ല എന്നുള്ള കാര്യം ഒരു കുറവായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് തന്നെ കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ Instagram പേജ്, Facebook ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ നമ്മൾ എന്തിനാണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.